ഞങ്ങളിൽ നിന്ന് തിന്മയുടെ കൂരിരുൾ തുടച്ചു നീക്കണമേ. അങ്ങയുടെ ആഗമനത്തിൽ ഞങ്ങൾ സന്തോഷപൂരിതരാകുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ പ്രകാശത്താൽ പ്രശോഭിതമാക്കണമേ. ആദിയിലുണ്ടായിരുന്ന വചനം സമയത്തിൻ്റെ പൂർണ്ണതയിൽ കന്യകാമറിയത്തിന് ജാതനാകുന്നതുപോലെ കർത്താവായ യേശുവേ അങ്ങേ സഭയിൽ ആഗതമാകണമേ. ജീവൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്കായി ജീവൻ സമർപ്പിച്ചതുപോലെ ഞങ്ങളും അപരനായി ജീവിക്കുന്നതിന് കർത്താവായ യേശുവേ അങ്ങേ സഭയിലൂടെ പിതാവേ അങ്ങയിലും പിതാവിലുമായിരിക്കുന്നത് പോലെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആയിത്തീരുവാൻ വേണ്ടി കർത്താവായ യേശുവേ അങ്ങേ സഭയിലൂടെ ഞങ്ങളിൽ ഒരുവനായി ആഗതനായ യേശുവേ സഹോദരങ്ങളിൽ അങ്ങേ ദർശിച്ച് ജീവിക്കുവാൻ കർത്താവായ യേശുവേ അങ്ങേ സഭയിലൂടെ ആഗതനാക്കണമേ. സർവശക്തനായ ദൈവമേ, രക്ഷകന്റെ വരവിനായി കാത്തിരിക്കുന്ന ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെന്നും ഒരുക്കമുള്ളതായി കാത്തു പരിപാലിക്കുവാൻ കൃപ ചൊരിയണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ സഹോദരരെ, പരിശുദ്ധമായി ബലിക്ക് നമ്മെ യോഗ്യരാക്കാൻ കുറവുകളോർത്ത് മനസ്തപിച്ച് നമുക്ക് ഏറ്റുപറയാം. ആഗമനകാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച ഇന്ന് ആനന്ദത്തിൻ്റെ ഞായറെന്നും ഉപയോഗിക്കുന്നത് റോസ് കളറിലെ തിരുവസ്ത്രങ്ങളും തിരിയുമാണ് ഉപയോഗിക്കുന്നത്. യൂറോപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മിഡ്വിൻ്റർ സെലിബ്രേഷനായി സഭ ആചരിക്കുന്ന ആനന്ദത്തിൻ്റെ ദിവസമാണെന്ന്. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയാൽ നിറയുമ്പോഴുണ്ടാകുന്ന സന്തോഷത്തിൽ പങ്കാളികളാകാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കുറവുകൾ നമുക്ക് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരപ്പിറവി ആഘോഷം വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന അങ്ങേ ജനത്തെ കാണുന്ന ദൈവമേ, എത്ര മഹത്തായ രക്ഷയുടെ സന്തോഷത്തിൽ എത്തിച്ചേരുവാനും അതിനെ സമുന്നതമായ ആരാധനയാലും സവിശേഷമായ ആഹ്ലാദത്താലും അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. വിജനദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും,
മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും. കുങ്കുമച്ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും. ലെബനോൻ്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും. അവ കർത്താവിൻ്റെ മഹത്വം, നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും. ദുർബല കരങ്ങൾ ശക്തിപ്പെടുത്തുകയും ബലഹീനമായ കാൽമുട്ടുകൾ ഉറപ്പിക്കുകയും ചെയ്യുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുവിൻ. ഇതാ നിങ്ങളുടെ ദൈവം പ്രതികാരം ചെയ്യാൻ വരുന്നു. ദൈവത്തിൻ്റെ പ്രതിഫലവുമായി വന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി ഇനി അടഞ്ഞിരിക്കുകയില്ല. അപ്പോൾ മുടന്തൻ മാനിനെ പോലെ കുതിച്ചു ചാടും, മൂകൻ്റെ നാവ് സന്തോഷത്തിൻ്റെ ഗാനം ഉതിർക്കും. കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും. നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും, അവർ സന്തോഷിച്ചുല്ലസിക്കും. ദുഃഖവും നെടുവീർപ്പും അകന്നുപോകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. മർദ്ദിതർക്ക് അവിടുന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു. കർത്താവേ, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടുന്ന് നാശത്തിലെത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. കർത്താവേ, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ വരേണമേ. ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. രണ്ടാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കർത്താവിൻ്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിൻ. ഭൂമിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിന് കൃഷിക്കാരൻ ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടിരിക്കുവിൻ. ദൃഢചിത്തരായിരിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ ആഗമനം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സഹോദരരെ, ഒരുവൻ മറ്റൊരുവന് വിരോധമായി പിറുപിറുക്കരുത്. ന്യായാധിപൻ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച് പ്രവാചകന്മാരെ സഹനത്തിൻ്റെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിൻ. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. അവർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്കണയോ? അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരത്തിലാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെ കാണാനാണോ? അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെപ്പറ്റിയാണ് ഇങ്ങനെ എഴുതിയിരുന്നത്, ഇതാ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിൻ്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഗമനകാലത്തിൻ്റെ 3-ാമത്തെ ഞായറാഴ്ച ആനന്ദത്തിൻ്റെ ഞായറായി സഭ ആചരിക്കുകയാണ്. നമുക്കിന്ന് സുവിശേഷ വായനയായിട്ടുള്ളത് കാരാഗ്രഹത്തിലാകുന്ന യോഹന്നാനും തൻ്റെ ദൗത്യനിർവഹണാർത്ഥം ക്രിസ്തു ദൈവരാജ്യം പ്രസംഗിച്ച് നടക്കുകയും ചെയ്യുന്ന 2 സുന്ദരമായ ചിത്രങ്ങളാണ് സുവിശേഷത്തിന് പ്രകടമായും നൽകാനായിട്ടുള്ളത്. ഇതിൽ യോഹന്നാനെക്കുറിച്ചുള്ള സാക്ഷ്യം കൂടുതൽ കൃപാവരത്തോടെ മനസ്സിലാക്കണമെന്നും കൂടി ആഗ്രഹിക്കുകയാണ്. ചുരുക്കം ചിലർ സുവിശേഷം വ്യാഖ്യാനിച്ചു വരുമ്പോൾ അവർ പറയും, യോഹന്നാന് ക്രിസ്തുവിൽ സംശയം തോന്നി, അങ്ങനെ തന്നെ തൻ്റെ 2 ശിഷ്യരെ കാരാഗ്രഹത്തിൽ കാണാൻ വന്ന വഴി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഇനി അതേ സുവിശേഷ വ്യാഖ്യാനം തീരുമ്പോൾ അതേ ആൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, 2 പേരും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. 2 പേരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് യോഹന്നാനായിരുന്നില്ല സംശയമുള്ളത്, ശിഷ്യഗണത്തിനായിരുന്നു. ഇനി അവർ വരുമ്പോൾ കർത്താവ് അവരോട് വാദപ്രതിവാദങ്ങളൊന്നും നടത്തുന്നൊന്നുമില്ല. സാധാരണഗതിയിൽ സുവിശേഷം ഇങ്ങനെ തർക്കിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഉള്ള ശുദ്ധമായ മറുപടിയാണ് ക്രിസ്തുവിൻ്റെ പെരുമാറ്റം ഇവിടെയുള്ളത്. അവർ വന്നിട്ട് ചോദിച്ചു, നീയാണോ ഇനി വേറെ ആരെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വേണമെങ്കിൽ 300ഓളം പ്രവചനങ്ങളുള്ള തന്നെക്കുറിച്ചുള്ള പഴയ നിയമ ചുറ്റുപാടിലെ എല്ലാ വാക്യങ്ങളും കോട്ട് ചെയ്ത് അവരോട് തർക്കിക്കാമായിരുന്നു കർത്താവിന്. പക്ഷേ അവിടെ നിന്ന് ചെയ്തത്, ഞാൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും യോഹന്നാനെ അറിയിക്കുക. 6 കാര്യങ്ങൾ ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഈ 6 കാര്യങ്ങളും മിശിഹായ്ക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ്. മിശിഹ വരുമ്പോൾ ഈ 6 കാര്യങ്ങളും ചെയ്ത് തൻ്റെ സാന്നിധ്യം അറിയിക്കും. അതുകൊണ്ട് ഈ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുക, മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുകയും മുടന്തൻ നടക്കുകയും കണ്ണ് കാണാത്തവന് തെളിമയുള്ള കാഴ്ചയുണ്ടാവുകയും ചെയ്യുക മിശിഹായ്ക്ക് മാത്രം ചെയ്യേണ്ടതായതുകൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നത് അവിടെ ചെന്ന് പറയുക. യോഹന്നാന് നല്ലോണം മനസ്സിലാകും. ആ കൂട്ടത്തിൽ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ. ഇത് ആദ്യത്തെ ഭാഗമാണ്. രണ്ടാമത്തേത്, എന്തിനാണ് നിങ്ങൾ യോഹന്നാനെ കാണാൻ പോയത്? അവിടെ പോയത് ഇങ്ങനെ കാറ്റത്ത് ആടുന്ന ഞാങ്കണ കാണാൻ പോയതാണോ?
അതോ മൃദുല വസ്ത്രധാരിയായ ഒരു മനുഷ്യനെ കാണുകയാണോ? അവർ സാധാരണ കൊട്ടാരത്തിലാണ്. ഞാങ്ങണയെക്കുറിച്ച് പറയുന്നത് നിലപാടില്ലാത്ത മനുഷ്യരുടെ സൂചനയായിട്ടാണ്. മറ്റേത് ആഡംബരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. ഇത് രണ്ടുമല്ല യോഹന്നാൻ എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ തനിമയെക്കുറിച്ച് പറയുന്ന ഭാഗമാണിത്. നമ്മൾ ചില നേരത്ത് ഈ രണ്ട് കാര്യങ്ങൾക്കകത്താണ് നമുക്ക് വീഴ്ചകൾ ഉണ്ടാകുന്നത്. നമുക്ക് നിലപാടില്ലെന്ന് പറഞ്ഞാൽ ക്രിസ്തീയമായ നിലപാടില്ലെന്ന് തന്നെയല്ലേ അർത്ഥം? ക്രിസ്തീയമായ നിലപാടില്ലെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ സംഹിതയിൽ കേൾക്കുകയും മാമോദിസപ്പെടുകയും വളരുകയും വീണ്ടും ആഴപ്പെടുന്ന വേദപാഠ ബോധങ്ങളൊക്കെ കേട്ടിട്ട് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ തനിമയിൽ സ്ഥിരതയോടെ നിൽക്കുന്നില്ലെന്നുള്ളതല്ലേ നിലപാടിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. ഇനി നിങ്ങൾ പോയത് അങ്ങനെ നിലപാടില്ലാതെ ആടിക്കൊണ്ട് നിൽക്കുന്ന മനുഷ്യർക്ക് തുല്യമായ ഞാങ്കണ പോലെയാണോ? അത് കാണാനാണോ പോയത്? അതോ ആഡംബരങ്ങളിൽ ഭ്രമിച്ച് എല്ലാം ഇങ്ങനെ തള്ളിപ്പറഞ്ഞു പോകുന്ന മനുഷ്യരെ കാണാനാണോ പോയത്? അലക്സാണ്ടർ ചക്രവർത്തിയെക്കുറിച്ച് കേൾക്കാത്തവരാരുമില്ലല്ലോ. BC 356 ജനിക്കുന്നു. BC 323 മരിക്കുന്നത്. ഫിലിപ്പ് രാജാവിൻ്റെ മകൻ. സ്ഥലം ഗ്രീസാണ്. ഇനി വളരെ ശക്തനായി അപ്പൻ മകനെ വളർത്തിയിരുന്നു. ഇനി 20 വയസ്സായപ്പോൾ അപ്പനെ ഒരാൾ കൊല ചെയ്തതിൻ്റെ പേരിൽ കിരീടാവകാശിയാവുകയാണ്. ഇനി ഗ്രീസ് മുതൽ ഈ 20ാമത്തെ വയസ്സിൽ രാജാവായി തീരുന്ന, കുതിര ഓട്ടം നല്ല ഭംഗിയായി അറിയാവുന്ന, യുദ്ധനിപുണനാകുന്ന അലക്സാണ്ടർ തൊട്ടടുത്ത രാജ്യങ്ങളൊക്കെ കീഴ്പ്പെടുത്താൻ തുടങ്ങുകയാണ്. ഏകദേശം 12.5 വയസ്സ് മാത്രമായിരുന്നു അലക്സാണ്ടറിൻ്റെ രാജവിപുലീകരണത്തിൻ്റെ കാലയളവ്. അയാൾ ഇന്ത്യ വരെ എത്തുകയാണ്. ഇന്ത്യയിലെത്തിയിട്ട് ഇവിടെ 19 മാസത്തോളം ഇന്ത്യയിൽ താമസിച്ചിട്ട് ഇതിനെ കൂടെ അധീനമാക്കിയിട്ടാണ് അലക്സാണ്ടർ തിരിച്ചു പോകുന്നത്. ഇനി ഈ 12 വർഷം കൊണ്ട്, അതായത് ഗ്രീസിൽ നിന്ന് ഈസ്റ്റ് യൂറോപ്പിൻ്റെ പകുതിയും കടന്ന് മിഡിൽ ഈസ്റ്റും കഴിഞ്ഞ് അവസാനം അദ്ദേഹം ഈ ഇന്ത്യ വരെ എത്തുന്ന 12 കൊല്ലത്തെ സുദീർഘമായ വെട്ടിപ്പിടിക്കലിൻ്റെ ഭാഗമായി തിരിച്ചു പോകുന്ന വഴിക്ക് നദി കടക്കുമ്പോൾ, അതിനെക്കുറിച്ച് പറയുന്നത് നദിയും കടലും ചേരുന്ന സ്ഥലത്തെ വിശാലമായ ഭാഗം തൻ്റെ സാന്നിധ്യ അവബോധം കൊണ്ട് കുതിരയോടൊപ്പം നീന്തിക്കടക്കാൻ ശ്രമിച്ച് അത് കയറി കഴിയുമ്പോൾ പനി പിടിക്കുകയാണ്. ഈ പനി പിടിച്ച് അലക്സാണ്ടർ ഏതാണ്ട് മരിക്കാറാകുകയാണ്. എല്ലാ അത്യാവശ്യം കിട്ടാവുന്ന ഈ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് വൈദ്യന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞതിൽ ഒരെണ്ണം നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, ബാക്കി 2 കേൾക്കാത്തതാണ്. അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ ഈ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ കീഴടക്കി അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള വൈരങ്ങളും രത്നങ്ങളുമൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞ് അടക്കാനായി കൊണ്ടുപോകുന്ന വഴിയിൽ ഇങ്ങനെ വെതറിയിടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്തേത്, എൻ്റെ ശരീരം കൊണ്ടുപോകുമ്പോൾ അത് സാധാരണ മനുഷ്യരാരും അത് പിടിക്കേണ്ടത് ഡോക്ടർമാരാണ്. എന്നെ ചികിത്സിക്കാനായി എനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ഡോക്ടർമാരെല്ലാവരും കൂടെ എൻ്റെ ശവപ്പെട്ടി എടുത്തുകൊണ്ട് നടക്കണം. മൂന്നാമത്തേത് നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. മൂന്നാമത്തേത്, എൻ്റെ കൈ ഇങ്ങനെ കെട്ടിവെക്കാതെ പുറത്തേക്ക് തുറന്നിടണം. എല്ലാവരും കാണണം. ഈ ഗ്രീസ് മുതൽ ഇന്ത്യ വരെയുള്ള സ്ഥലങ്ങൾ കീഴടക്കി പിടിച്ചെടുത്തതെല്ലാം ഒന്നും കൊണ്ടുപോകാതെ വിലപിടിപ്പുള്ള രത്നങ്ങളും സംഗതികളും വഴിയിൽ ഉപേക്ഷിച്ച് എന്നെ എടുത്തുകൊണ്ടുപോയത് മുഴുവൻ ഡോക്ടർമാരാണ്. ഈ എന്നെ എടുത്തുകൊണ്ടുപോകുന്ന ഭൂമിയിലുള്ള ഒരു ഡോക്ടർക്കും എന്നെ പിടിച്ചു നിർത്താനോ സുഖപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകുന്നത് അവരാണ്. തിരിച്ച് ഇത്രയുമൊക്കെ നേടിയിട്ടും ഒന്നും കൊണ്ടുപോകാതെ ഞാനങ്ങ് പോവുകയാണ് എന്ന് പറഞ്ഞാണ് അടക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. യോഹന്നാൻ 2 വഴികളുടെ ആളായി മുമ്പിലേക്ക് വരികയാണ്. ഒന്ന്, നിലപാടുകളുടെ ആൾ. നിലപാടിൻ്റെ ആളാകുമ്പോൾ ഹെരോദോസിനോട് പറഞ്ഞു, ചേട്ടൻ്റെ ഭാര്യയെ സ്വന്തമാക്കി വെക്കുന്നത് ശരിയല്ല. നിലപാടുള്ള ആളാണ്. രണ്ടാമത്തേത്, എല്ലാ ആഡംബരവും ഉപേക്ഷിച്ച ആളാണ്. അതുകൊണ്ട് ചാക്കുവസ്ത്രമായിരുന്നു.
ആഡംബര ഭക്ഷണങ്ങളുണ്ടായിരുന്നില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് വെട്ടുകിളിയും കാട്ടുതേനുമായി മരുഭൂമിയുടെ നിശബ്ദതയിൽ ഇങ്ങനെ വഴിയൊരുക്കുന്നവൻ്റെ സ്വരമെന്ന് വിളിച്ചു പറയാൻ പറ്റുന്നതായിരുന്നു. ഇനി നമുക്കുള്ളൊരു ചിന്ത അത്യാവശ്യമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നിലപാടെന്താണ് വിശ്വാസ ജീവിതത്തോട്? നമ്മുടെ ആഡംബരവും അതുപോലെ അതിനകത്ത് കിട്ടാനുള്ള നമ്മുടെ വല്ലാത്ത വഴങ്ങലുകൾ ഈ യോഹന്നാനോട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിരിക്കും ഈ സുവിശേഷം ആദ്യം സഹായിക്കുന്നത്. നമുക്ക് നമ്മളെ വെച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാലോ. എൻ്റെ ക്രിസ്തീയ നിലപാടുകൾ അതാത് ദിവസം പൂർത്തിയാക്കാൻ എനിക്ക് പറ്റുന്നുണ്ടാവുമോ? എൻ്റെ ഞായറാഴ്ചകൾ, എൻ്റെ തിരുനാളുകൾ, എൻ്റെ കടപ്പെട്ട ദിനങ്ങൾ, എൻ്റെ വിശുദ്ധവാരങ്ങൾ, എൻ്റെ ആഗമനകാലങ്ങൾ, എൻ്റെ നോൻപ് കാലങ്ങൾ, ഇതൊക്കെ എനിക്ക് ക്രിസ്തീയ നിലപാടിൽ ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നുണ്ടാവുമോ? കൂടുതൽ പേർക്കും ഉണ്ടാവുമായിരിക്കും, കുറച്ച് പേർക്കെങ്കിലും അവനും ഉണ്ടാവില്ലായിരിക്കും. അവിടെയാണ് യോഹന്നാൻ നമുക്ക് മാതൃകയാകുന്നത്. ക്രിസ്തു പറയുന്നത്, ഇങ്ങനെ ഞാങ്കണ പോലെ നീ ഇങ്ങനെ ആടുകയാണ്. ഇത്തിരി ലാഭം അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട്, ഇത്തിരി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട്. നിൻ്റെ ക്രിസ്തീയ മൂല്യങ്ങളുടെ പ്രസരിപ്പുകാരായി, പങ്കുവയ്പ്പുകാരായി, കൊടുത്തു വളർത്തേണ്ട ആൾക്കാരായി നമുക്ക് പറ്റുന്നുണ്ടോ എന്ന് ആലോചിക്കണം. എപ്പോഴും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ പറയും, നമ്മുടെ തലമുറയെ വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച, അതിന് മുമ്പത്തൊരു ഞായറാഴ്ച വേദപാഠത്തിൻ്റെ അൾത്താര കുട്ടികളുടെ ഫീസ്റ്റിൻ്റെ അന്ന് നമ്മുടെ ബെഞ്ചുകളൊക്കെ കാലിയായ കാര്യം പറ്റി ഞായറാഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കവരെ കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല കേട്ടോ. നമ്മുടെ നിലപാടുകൾ കാണാഞ്ഞിട്ടാണോ അവർ വരാത്തത്? നമ്മുടെ വീട്ടിലെ സന്ധ്യപ്രാർത്ഥനകൾ ഇല്ലാഞ്ഞിട്ടാണോ അവർക്ക് പള്ളി അന്യമാകുന്നത്? ചുരുക്കം ചിലർ ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ടോ? കാണുന്നവർക്ക് വിപുലീകരണത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്. പടിഞ്ഞാറെ കുരിശടിയിൽ ഒരു പള്ളി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, അവിടെ നമ്മൾ കുർബാന വെച്ചിരുന്നെങ്കിൽ, ഉള്ളതിനകത്ത് ആളില്ല, ഉള്ളതിനകത്തില്ല. പിന്നെ നമ്മൾ പള്ളി ആശയങ്ങൾക്ക് യാതൊരു ദാരിദ്ര്യവുമില്ല നമുക്ക്. പക്ഷെ അതിനോട് ഒരു ജീവിതാഖ്യാനം ചേർത്ത് വയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മളിങ്ങനെ വല്ലാതെ വിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായി വിട്ട്. നമുക്കിപ്പോൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതാണോ? നമുക്കുള്ള ഓമനത്വം കൂടിയതാണോ? വീട്ടിൽ ഞെരുക്കത്തിൻ്റെ സംഗതി കൊടുക്കാൻ നമ്മൾ മറന്നുപോയതാണോ? എൻ്റെ സുഹൃത്താണ് മഞ്ഞളി ജേക്കബ് അച്ഛൻ. നല്ലവണ്ണം നരച്ചിട്ടിരിക്കുന്ന ഒരാൾ, എറണാകുളം രൂപതക്കാരനാണ്. മഞ്ഞളി ജേക്കബ് നല്ല സുന്ദരൻ ധ്യാനക്കാരനാണ്. തൃശ്ശൂരിൻ്റെ സ്ലാങ്ങിലാണ് സംസാരിക്കുന്നത്. അയാൾ പറഞ്ഞു, നിങ്ങൾ മാതാപിതാക്കളുണ്ടല്ലോ, ഇല്ലാത്തതുണ്ടാക്കി കൊച്ചുങ്ങൾക്ക് കൊടുത്ത് അതിനുശേഷം അവരുടെ വിവാഹപ്രായം കൂടെ കഴിഞ്ഞ് അവരെയും കൂടെ നിങ്ങൾ വെച്ചിട്ട് പിന്നെയും നിങ്ങൾ ചുരുങ്ങുകയാണ്. നിങ്ങളിങ്ങനെ ചുരുങ്ങി സമ്പാദിച്ച് വരുമ്പോൾ വീട്ടിൽ നിൽക്കുന്നവർക്ക് ഒരുത്തനും പണിക്ക് പോകാൻ തോന്നില്ല. കാരണം എന്താ? നല്ല മുറിയുണ്ട്, നല്ല സാഹചര്യമുണ്ട്, നല്ല ഭക്ഷണമുണ്ട്, ഫ്രിഡ്ജ് നിറയെ ഇന്നലത്തെ എൻ്റെ ബാക്കിയുണ്ട്, പിന്നെ ഒരു പണിക്കും പോകണ്ട. എന്നിട്ട് വന്നാലും ഇങ്ങനെ കളിയാക്കി തൃശ്ശൂർ സ്ലാങ്ങിൽ ചോദിക്കും, ഈ ഉപ്പുകല്ലും കൂട്ടി കഞ്ഞി കുടിച്ച് നടക്കാൻ നാണമുണ്ടോ? വല്ലയിടത്തുമൊക്കെ പോകണം. ഒന്നുമല്ലെങ്കിൽ നമ്മുടെ കർത്താവ് ജനിച്ച് വളർന്ന് മരിച്ചുയർത്ത സ്ഥലമെങ്കിലും ഒന്ന് കാണാൻ പോകണ്ടേ? ഉടനെ പുള്ളി പറയും, എനിക്ക് ഏജൻസി ഒന്നുമില്ല ഹോളി ലാൻഡിൽ കൊണ്ടുപോകാൻ. നമ്മളിങ്ങനെ വല്ലാതെ ഞെരുങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംഗതിയില്ല. നാളെയും മറ്റന്നാളും അധ്വാനിച്ചില്ലെങ്കിലും തിന്നാനുള്ള സാധനം എൻ്റെ വീട്ടിലുണ്ട്. നിലപാടാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ നിലപാടെന്താ? ക്രിസ്തീയ നിലപാടെന്താ? പൗലോസപ്പോസ്തലൻ ആവർത്തിച്ച് പറയും കേട്ടോ, അധ്വാനിക്കാത്തവൻ ആഹാരിക്കാൻ അവകാശമില്ലാത്തവനാണ്. അധ്വാനിക്കാത്തവൻ ആഹരിക്കാതിരിക്കട്ടെ. കാരണം നമ്മുടെ വീട്ടിൽ ഈ അധ്വാനത്തിൻ്റെ സാധനം കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. അതിനൊക്കെ യൂറോപ്പ് നല്ലതാണ് കേട്ടോ, കുറേ കാര്യങ്ങൾക്ക് നല്ലതല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയിരിക്കണം. പോകുന്നതിന് മുമ്പ് താമസിക്കാൻ വീട് കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ പോയി താമസിച്ചോളണം. വാടക താൻ കൊടുക്കണം, അല്ലാതെ വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ല. കാരണം എന്താ? പണിയെടുത്തേ പറ്റുമെന്നൊരു ബോധം അവനുണ്ട്. പിന്നെയും വീട്ടിൽ നിൽക്കരുത്, പോയിരിക്കണം. അത് ഒരു മകനേ ഉള്ളെങ്കിലും പോകണമെന്നാണ്, ഒരു മകൾ മാത്രമേ ഉള്ളെങ്കിലും പോകണമെന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാ? നീ നിൻ്റെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നവനാണ്. ജീവിതത്തോടൊരു നിലപാടുണ്ടാകണമെന്നാണ് യോഹന്നാനെ പോലെ. എന്താണോ ഏറ്റത് ചെയ്യാനുള്ളൊരു ബലം, അതിനകത്ത് നിൽക്കാനുള്ളൊരു ശക്തി ഉണ്ടായിരിക്കണമെന്നല്ലേ സുവിശേഷം പറയാൻ. അല്ലാതെ യോഹന്നാൻ മരുഭൂമിയിൽ ഞാങ്കണയല്ലെന്ന് പറയുന്നത് കൊണ്ട് സുവിശേഷം തീരരുതല്ലോ.
നമ്മുടെ ജീവിതത്തോട് ഈ സുവിശേഷത്തിന് പറയാനുള്ളത്, നിൻ്റെ ജീവിതത്തിൽ ജീവിക്കാനുള്ള നിലപാട് നിനക്കുണ്ടാവണമെന്നല്ലേ? അങ്ങനെയല്ലേ? ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്യണേ? കടം മേടിച്ചിട്ട് ആർഭാടമാക്കുകയല്ല. പറ്റുമോ നമുക്ക് തിരിച്ചു കൊടുക്കാൻ? നിങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് ആലോചിച്ചോളൂ കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കടമില്ലാത്ത ആരാ ഉള്ളത്? കടമില്ലാത്ത ഒരാളുണ്ടോ? എന്തിനു വേണ്ടി എടുത്തതാ ഇത്? അനുദിന ചെലവിനെടുത്തതാ? ഇത് ആർഭാടത്തിനെടുത്ത സാധനമായത്. ഇനി നമ്മുടെ വീടുകൾക്ക് സൗകര്യങ്ങൾ കൂടി, അപ്പം നമുക്ക് പോരാത്തതിൻ്റെ എണ്ണം കൂടി. അപ്പം നമ്മളെക്കുറിച്ച് എക്കണോമിക്സുകാരൻ്റെ പഴയ സംഗതി ഉണ്ടല്ലോ, ഹ്യൂമൻ വാണ്ട്സ് ആർ ഇൻസേഷ്യബിൾ. ഇൻസേഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശമിപ്പിക്കാൻ പറ്റാത്തതെന്നല്ലേ അർത്ഥം. നമുക്ക് എന്ത് കിട്ടിയാലും പറ്റാതെ പോവുകയാണ്. സൗകര്യങ്ങളിങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മളിങ്ങനെ ആർഭാടക്കാരാവും. അപ്പോഴാണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ പോയത് രാജകൊട്ടാരത്തിൻ്റെ തുല്യമായ ആളെ കാണാനാണോ? അവൻ നിലപാടുള്ളവനാണ് ക്രിസ്തീയ ജീവിതത്തോട്. അവൻ്റെ പരിപാടി എന്തായിരുന്നു? വഴിയൊരുക്കലായിരുന്നു. മാതാപിതാക്കളുടെ പണി എന്താ? വഴിയൊരുക്കലാണെന്നാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വഴിയൊരുക്കാൻ മറന്നു പോകരുത്. ഈ നിലപാടുകളിലേക്ക്, കൗദാശിക ജീവിതത്തിലേക്ക് മക്കളെ കൊണ്ടുവന്നെത്തിക്കാനുള്ള നിലപാടിലേക്ക് നമുക്ക് നിൽക്കാനാകണമെന്ന് ഈ മൂന്നാം ഞായറാഴ്ച, അതുവഴി ഉണ്ടാകുന്ന ആനന്ദത്തിൻ്റെ ഞായറാഴ്ചയാണിതെന്ന് പറയല്ലേ സുവിശേഷം? അങ്ങനെയല്ലേ തമ്മിൽ ബന്ധം ഉണ്ടാവുള്ളൂ. നമ്മളുടെ നിലപാടുകളിൽ ശാക്തീകരിക്കപ്പെട്ട വിശ്വാസ സ്ഥിരത എനിക്കുള്ളിൽ നൽകുന്ന സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സംതൃപ്തിയുടെ ആനന്ദത്തിലേക്ക് വന്നെത്താനാണ് സുവിശേഷം പറയുന്നത്. അപ്പം നമുക്കിങ്ങനെ ഒന്ന് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഒന്നും കൊണ്ടുപോകാത്ത ജീവിതത്തിൻ്റെ ആർഭാടങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച് വഴിയിൽ രത്നങ്ങളൊക്കെ വിതറിപ്പോയൊരു രാജാവ് നമ്മളോട് പറഞ്ഞു, മൂല്യങ്ങളിൽ നിലനിൽക്കാനൊന്നും മറന്നു പോരുത്. ഈ യാത്രയിൽ അലക്സാണ്ടർ 3 കല്യാണമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 സ്ഥലത്തു നിന്നായിട്ട്. ചരിത്രം പറയുന്നത് അതാത് സ്ഥലത്തുണ്ടായിരുന്ന സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടി, എന്ത് സന്തുലിതമെന്നറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആർഭാടത്തിൽ ജീവിച്ച ആൾ ഒന്നുമില്ലാതെ തിരിച്ചു പോയി എന്നാണ് പറയുന്നത്. നമുക്ക് നിലപാടുണ്ടാകട്ടെ, വിശ്വാസ ജീവിതം ഉണ്ടാകട്ടെ, കൗദാശിക ജീവിതം ഉണ്ടാകട്ടെ. ചുരുക്കത്തിൽ നമ്മുടെ വീട്ടിൽ സന്ധ്യപ്രാർത്ഥനയും ഞായറാഴ്ച ദേവലിയും നമ്മുടെ വീടുകൾ കന്യമാകാതിരിക്കാൻ, അതുവഴി ഉണ്ടാകുന്ന ആനന്ദത്തിലേക്ക് വരാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാമെല്ലാത്തിന്റെയും സൃഷ്ടാവും സർവ്വശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാവർക്കും മുൻപു പിതാവിൽ നിന്നു ജനിച്ചൊരു ദൈവസുതനും ഏകനാം ജാതനാഥനുമായ ക്രിസ്തുവാമീശോയും വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ഐക്യമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാനെങ്കിലും സൃഷ്ടനെന്നും സത്തയിൽ താനോടേകനാണെന്നും സർവ്വവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ.
നമ്മൾക്കും നമ്മളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നുമിറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നോറുമായ ധന്യ ശരീരമെടുത്തു നരനായ നമ്മൾക്കായി ഘോരമം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാ വിശ്വസിക്കുന്നേ സത്യങ്ങളെല്ലാം മുന്നം ലിഖിതന്നതുപോലെ മൂന്നാം ദിവസമുയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറിയിരുന്നോരുന്നു തൻ പിതാവിൻ പാർശ്വത്തിലായി ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം നീതിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരുമെന്നമില്ലാത്തതാണ് തൻ വാഴ്ചയെന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ജന്മി പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതരും ഒന്നിച്ചു നിത്യം സുത്യനും പൂജ്യനുമാകും റൂഹായിൽ വേദപ്രവാചകന്മാർ വഴിയെല്ലാം നമ്മോട് ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള കാവലാത്മാവിൽ ഏറ്റവും ഉറപ്പായി വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാതോലിക്ക സഭയിൽ പാപവിമോചനമേകുന്നോരേക ജ്ഞാനസ്നാനം ഭക്തി പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർക്കുള്ളോരുയർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചുറപ്പായി പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. പ്രിയ സഹോദരരെ, സർവശക്തനും പിതാവുമായ ദൈവത്തോട് ഭക്തിവിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞ് അനേകരെ ആ വചന വെളിച്ചത്തിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയെയും ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവിനെയും മറ്റെല്ലാ അഭിഷിക്തരെയും അങ്ങേ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും നിറക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹസ്വരൂപനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രൻ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നതും പ്രവർത്തിച്ചതുമെല്ലാം കരുണയുടെ പ്രവർത്തികളായിരുന്നുവല്ലോ. അവിടുത്തെ മഹനീയ മാതൃക പിന്തുടർന്ന് ഞങ്ങളും കാരുണ്യ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അങ്ങേ പുത്രന് അനുരൂപരായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലത്തിൻ്റെയും നിയന്താവായ ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭരണം കൈയാളുന്ന ഓരോ ഭരണാധികാരികൾക്കും ശരിയായ ദിശാബോധം നൽകുവാൻ തിരുമനസ്സാകണമേ.
പാവപ്പെട്ടവൻ്റെയും കിടപ്പാടമില്ലാത്തവൻ്റെയും തൊഴിൽ രഹിതൻ്റെയും വേദനകൾ കണ്ടറിഞ്ഞ് അവയ്ക്കെല്ലാം പരിഹാരം കാണുവാനും സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തിന്മയ്ക്കെതിരെ വിരൽ ചൂണ്ടാനുള്ള ആർജവം ഇവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥ, ജോലിയില്ലാതെയും വരുമാനമാർഗം കാണാനാകാതെയും ഉഴലുന്നവരെയും സ്വന്തമായ ഒരു ഭവനമില്ലാതെ മാനസികമായി തളർന്നവരെയും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അപമാനം അനുഭവിക്കുന്നവരെയും മറ്റ് പലവിധ വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. അങ്ങ് ഇവരെ സമാശ്വസിപ്പിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും അതിനാഥനായ ദൈവമേ, മരണമടഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, പ്രാർത്ഥിക്കാൻ ആരുമില്ലാത്ത ആത്മാക്കൾ ആദിയായവരെ അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തെ മറന്ന് അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ എല്ലാം ക്ഷമിച്ച് സ്വർഗത്തിൽ അങ്ങേ തിരുമുഖം ദർശിക്കാൻ ഭാഗ്യമരളണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ ഭയവും ശക്തിയും അങ്ങാകുന്നുവല്ലോ. അങ്ങേ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ പ്രസാദിച്ച് ഞങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നവ കൃപാപൂർവം സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ആമേൻ. പുഷ്പമായി ആരതി ദീപമായി അൾത്താരയിൽ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തിടുന്നാദരവായി ഞങ്ങൾ സോദരരായി സ്നേഹിതരായി പുഷ്പമായി ആരതി ദീപമായി അൾത്താരയിൽ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തിടുന്നാദരവായി ഞങ്ങൾ സോദരരായി നവ്യ സ്നേഹിതരായി സകലമഖിലേശദാനമല്ലോ ചേതനമേയും ഭൂയദാനം സകലതും അഖിലേശദാനമല്ലോ ചേതനദേഹിയും ദിവ്യദാനം കരുണായ സ്വീകരിക്കൂ
സർവസ്വം അർച്ചന പുഷ്പമായി ആരതി ദീപമായി അൾത്താരയിൽ ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്തിടും ഞങ്ങൾ സോദരരായ സ്നേഹിതരാ. സഹോദരരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവേ, ദിവരഹസ്യങ്ങൾ സ്ഥാപിതമായ അങ്ങേ കൃപ ഞങ്ങളിൽ പൂർത്തിയാക്കപ്പെടട്ടെ. ഞങ്ങളിൽ അങ്ങേ രക്ഷാകരമായ ഈ കൃപ ഞങ്ങളുടെ ആരാധനയുടെ ബലി ഈ ബലിവസ്തുക്കളിലൂടെ അവിടുന്ന് സ്വീകരിക്കുകയും കാരുണ്യാതിരേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എല്ലാ പ്രവാചകന്മാരുടെയും പ്രഘോഷണം അവിടത്തെ പ്രവചിച്ചു. കന്യകാമാതാവാച്യമായ സ്നേഹത്തോടെ അവിടത്തെ സമ്മഹിച്ചു. യോഹന്നാൻ അവിടുത്തെ വരവിനെ പാടിപ്പുകഴ്ത്തുകയും ആഗതനായപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരൂകരും അവിടുത്തെ സ്തുതിഗീതികൾ ആലപിക്കുന്നവരിൽ അങ്ങേ ഏറ്റുപറയുന്നവരും അങ്ങനെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആഹ്ലാദപൂർവ്വം ഒരുങ്ങുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് താഴ്മയോടെ ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലിയോ പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജെയിംസ് മെത്രാനും വൈദിക ഗണവും സന്യസ്തരും ദൈവജനവും ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരായ വിശുദ്ധ അന്ത്രയോസിനോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ നാഥാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ളം താരിലും അന്നോ വേണ്ടുന്ന ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങളുടെ ദ്രോഹം നീ ക്ഷമിക്ക. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത്
കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.